ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്ന് നമുക്കൊരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ തുണിയെ രണ്ടാക്കി മടക്കിയിട്ട് നീളത്തിൽ രണ്ടാക്കി മടക്കിയിട്ട് അതിനുശേഷം വീതിക്ക് രണ്ടാക്കി മടക്കുക. അപ്പോൾ നമുക്ക് 4 മടക്കുണ്ടാകും. അതിനുശേഷം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് അലാസ്റ്റിക് ഇടാനുള്ള ആ ഭാഗമാണ്. ഞാനിവിടെ 2 ഇഞ്ചാണ് അലാസ്റ്റിക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അളവിട്ടിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹിപ്പ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ 44 ഇഞ്ച് ഹിപ്പ് റൗണ്ടുള്ള വ്യക്തിക്ക് നമുക്ക് അതിൻ്റെ 4 ഭാഗമാക്കുമ്പോൾ 11 ഇഞ്ച്. എനിക്കിവിടെ 12 4 ഭാഗമാക്കിയപ്പോൾ 12 ഇഞ്ചാണ് വേണ്ടത്. അത് ഞാൻ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ അലാസ്റ്റിക് ഇട്ട ആ ഭാഗത്തു നിന്ന് ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. ഒരു നോർമൽ സൈസിലുള്ള ക്രോച്ച് ലെങ്ത്തൊക്കെ നമുക്ക് ഒരു 14 ഇഞ്ചൊക്കെ മതി. ഇത് അത്യാവശ്യം മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 1-2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കണം. ഇവിടെ എനിക്ക് 15 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടുന്ന് ഒരു 2 ഇഞ്ച് അപ്പുറത്തേക്ക് വീതിക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മളവിടെ ഒരു കർവ് പോലെ വരച്ചെടുക്കാം. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ലെങ്ത്താണ്. എനിക്കിവിടെ 36 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അതിൽ കൂടെ ഞാൻ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 38 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ അളവ് കൂടെ 2 ഇഞ്ചും കൂടെ നമുക്ക് കാലിൻ്റെ അടി മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അതിൽ അടയാളപ്പെടുത്തുക. പിന്നെ കാലിൻ്റെ അടിവശത്തെ വീതി 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 5.5 6 എടുക്കാം. 6 ഇഞ്ച് എടുത്തിട്ട് അതിൽ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ 7 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് പിന്നെ എന്നിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ കൂടെ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തോളൂ കേട്ടോ, മറക്കണ്ട. ആ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിലെ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പം ഇതുപോലെ കിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ശേഷം നമ്മൾ അത് 2 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. ആ 2 പീസിനെ നല്ല വശവും വെച്ചിട്ട്, അതായത് പാൻറ് തുണിൻ്റെ ഒരു പീസ് എടുക്കുക, അതിൻ്റെ നല്ല വശം മുകൾ ഭാഗത്തേക്കും അതേപോലെ മറ്റേ പീസിൻ്റെ നല്ല വശം ഒന്നുകൂടെ ചേരുന്ന രൂപത്തിൽ അത് വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇതേപോലെ രണ്ടും നല്ല വശങ്ങളായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലെയിൻ തുണിയിലൊക്കെ ആകുമ്പോൾ നമുക്കറിയില്ല, ഡിസൈനുള്ള ക്ലോത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ നമുക്ക് നല്ല വശം ചീത്ത വശം കണ്ടുപിടിക്കാമല്ലോ. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലും മുകളിൽ നിന്ന് ആ താഴെ വരെ ക്രോച്ച് ലെങ്ത്ത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 വശവും സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വള്ളിയാണ് വെച്ച് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം പിന്നെ അതിൻ്റെ അടിവശം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ അടിവശത്ത് ഒരു പ്രസ് അടികളും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം പിന്നെ പാൻറ്റിൻ്റെ ആ 2 വശം പിടിച്ചിട്ട് നോക്കുക. അതിൻ്റെ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ വരുന്ന ആ വശം പിടിച്ചും മറ്റേ ഭാഗത്തേക്കും പിടിച്ചിട്ട് ഒരുപോലെയല്ലേ നോക്കുക. അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ എത്രയാണോ കാലിന് വണ്ണം വേണ്ടത്, എനിക്കിവിടെ 6 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്കതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അടയാളപ്പെടുത്താം. ഇനിയിപ്പോൾ കുറവാണെച്ചെങ്കിൽ കുറവും നമ്മൾ 5.5 ഒക്കെ വേണമെച്ചെങ്കിൽ അത് അടയാളപ്പെടുത്തുക. അത് 2 വശത്തും 2 കാലിൻ്റെ വശത്തും നമുക്ക് 6 ഇഞ്ച് വീതം വീതം നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് നമുക്ക് കറക്റ്റായിട്ട്
വളഞ്ഞൊന്നും പോകാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. ലൈൻ വരച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്കതവിടെ വളഞ്ഞു പോകാതെ കിട്ടിക്കോളും. കറക്റ്റായിട്ട് ഒരേ ലെവലിൽ നമുക്കത് ചെയ്തെടുക്കാം. അതിനാണ് ഞാനവിടെ ലൈന് വരച്ചു കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വരച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കങ്ങനെ നേരിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യണ കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ നോക്കണേ. അത് ഒറ്റ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ നല്ല ഉറപ്പ് കിട്ടും. അങ്ങനെ പെട്ടെന്നൊന്നും തുന്നി പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യമാണ്, നമ്മൾ ആ നടൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു 2 3 4 ആയിട്ട് കെട്ടിട്ട് കൊടുക്കുന്ന രൂപമുണ്ടല്ലോ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കണം. കാരണം പാൻറ്റിൻ്റെ ഏറ്റവും ആദ്യം തുന്നി പൊട്ടിപ്പോണ സ്ഥലമാണ് ആ ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് തുന്നി പൊട്ടിപ്പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 4 സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ അലാസ്റ്റിക്കിട്ടുള്ള ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുക. കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം വേണ്ടവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ അതേപോലെ അലാസ്റ്റിക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പാൻറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചിങ്ങാണ് നമുക്ക് പാൻറ്റ് എന്ന് പറയുന്നത്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കുറഞ്ഞ സമയം മതി.